നമസ്കാരം സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ആശ്രയിച്ചാണ് സാമ്പത്തികമായിട്ട് നിലവിലുള്ള ആളുകൾ പോകുന്നത്. അതിന് കാരണം എന്താണ്? അവിടെ കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റികൾ ഉണ്ട്, അതായത് കൂടുതൽ മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്, കൂടുതൽ പരിചരണം കിട്ടും, അവിടുത്തെ മിഷനറികളുണ്ട്, നമ്മുടെ ജീവൻ രക്ഷിക്കാനാവും എന്ന വിശ്വാസത്തിലാണ് പോകുന്നത്. ഇതുപോലുള്ള മിഷനറികൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വന്നാലേ ഇന്ത്യ രാജ്യം രക്ഷപ്പെടുള്ളൂ. നമ്മളെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതും നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂള്, ഗവൺമെൻറ് സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോൾ വളരെ അപകടമായ രീതിയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അല്ലാണ്ടുള്ള വലിയ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് സ്കൂളുകളും വലിയ ഫെസിലിറ്റിയിൽ നടത്തുമ്പോൾ അവിടേക്കാണ് നമ്മളുടെ കുട്ടികളെ അവരവർ അയക്കാൻ ശ്രമിക്കുന്നത്. അതിന് കാരണം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ നാട്ടുകാരെ വികസനത്തിനും സാധാരണക്കാരെ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യത്തിനും എല്ലാം വേണ്ടി നമ്മുടെ സാധാരണ ഗവൺമെൻറ് സ്കൂളുകൾ വളരേണ്ടതുണ്ട്. അപ്പോൾ പ്രൈമറി സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകൾ വളരുകയും അവിടെ ധാരാളം കുട്ടികൾ ഉണ്ടാവുകയും വേണ്ടതാണ്. അതിനൊരൊറ്റ മാർഗ്ഗമേയുള്ളൂ, സ്കൂളിൻ്റെ ഡെവലപ്പ് ചെയ്യുക. സ്കൂളിലെ അധ്യാപകന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിനെക്കാട്ടും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകന്മാരാണ് സ്കൂളുകളിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല? അപ്പോൾ പറഞ്ഞയക്കാതിരിക്കാൻ കാരണം അവിടുത്തെ സിലബസ് സാധാരണ രീതിയിൽ ആയതുകൊണ്ടും കൂടുതൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. എന്തിനാണോ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത്, ആ പ്രൈവറ്റ് സ്കൂളുകളുടെ പ്രൈവറ്റ് സ്കൂളുകളുടെ അതേ ഫെസിലിറ്റി നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലും വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കുട്ടികളെ എല്ലാവരും അയക്കും. അതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുക. നമ്മൾ ഗവൺമെൻറ് LP സ്കൂളായാലും UP സ്കൂളായാലും ഹൈസ്കൂളായാലും ഒക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, പ്രൈവറ്റ് സ്കൂളിനെക്കാട്ടും മികച്ചു നിൽക്കുന്നതാക്കി മാറ്റുക. സ്നേഹപൂർവ്വം.